എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് വളരെ ഈസിയും ടേസ്റ്റുമായ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓട്സ് ബനാന കേക്കിൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മൈദയും പഞ്ചസാരയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യമായ ചേരുവകൾ നോക്കാം. അതിനായി 1 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇത് റോൾഡ് ഓട്സ് അല്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ, 1 മുട്ട, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 3-4 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഹണിയും ചേർക്കാം. 1/2 കപ്പ് പാല്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം. ഇനി ഈ കേക്കിൻ്റെ പ്രധാന ചേരുവയായ പഴം എടുത്തിട്ടുണ്ട്. ഇത് റോബസ്റ്റയാണ്. നന്നായി പഴുത്ത പഴം തന്നെ എടുക്കണം. ഈ ഒരു വലുപ്പത്തിലുള്ളതായതുകൊണ്ട് ഞാൻ 1.5 പഴം എടുക്കുന്നുണ്ട്. കുറച്ച് വലുപ്പമുള്ളതാണെങ്കിൽ 1 മതി. ഇതും ഇതിലേക്കിടാം. ഇതിൻ്റെ ഒരു പകുതി കൂടി എടുക്കാം. ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട്. ഇനി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചും ഇടാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല സ്മൂത്തായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒഴിക്കാം. മാവിന് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് കൂടി ഇടാം. ഞാൻ ഇവിടെ വാൾനട്ടും ബദാമും അണ്ടിപ്പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇനി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 25-30 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. കുക്കറിലാണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഇതുപോലെ തന്നെ 35-40 മിനിറ്റ് വെച്ചാൽ മതിയാകും. ഒന്ന് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് തണുത്തിട്ടുണ്ട്. ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഓട്സ് ബനാന കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.